ചൂരൽമല ദുരന്തത്തെക്കുറിച്ച് അന്ന് അവിടെയുണ്ടായിരുന്ന മന്ത്രി കെ രാജൻ്റെ വാക്കുകൾ എല്ലാവരുടെയും മനസ്സിനെ ഒന്നും നൊമ്പരപ്പെടുത്തി. കണക്കനുസരിച്ച് വിഐപികളായ ഞങ്ങൾ മന്ത്രിമാരെ ഏതു സാഹചര്യത്തിലും അവിടെ തന്നെ തുടരും എന്ന് ഞങ്ങൾ വാശി പിടിച്ചു. ചൂരൽമലയുടെ ഗായത്രി പുഴയ്ക്കും അപ്പുറത്തുണ്ടായിരുന്ന പുഞ്ചിരിമറ്റവും മുണ്ടക്കൈയും അട്ടാമലയും ആറാമലയും വെള്ളാർമലയും ഒക്കെ പതുക്കെ നമ്മളിൽ നിന്ന് ഒറ്റപ്പെട്ടു തുടങ്ങി. അകത്ത് നൂറുകണക്കിന് ശബ്ദങ്ങൾ കരയുന്നുണ്ട്. ഗായത്രി പുഴ ഒന്ന് മറികടന്നുകൊണ്ട് ഞങ്ങളെ ഒന്ന് അങ്ങോട്ട് എത്തിക്കണം. നമുക്ക് ഹെലി ലിഫ്റ്റിംഗ് സംവിധാനം സാധ്യമല്ല. കാരണം ആകാശത്തേക്ക് കടുത്ത മഞ്ഞും വലിയ മഴയും. ആ സാഹചര്യത്തിൽ വഴിയൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. അകത്തേതാണ്ട് 500-ലേറെ ആളുകൾ. അവർക്ക് വെള്ളവും വെളിച്ചവും എത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർ നിൽക്കുന്നത് മൃതശരീരങ്ങളുടെ നടുവിലാണ്. ഉറ്റവരും ഉടയവരുമായ മനുഷ്യർ ശരീരം തന്നെ പല കഷ്ണങ്ങളായി കീറി പുറഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ നിന്നുകൊണ്ടാണ് അവർ വിളിക്കുന്നത്, ഇന്ന് ഞങ്ങൾ ഇപ്പുറത്തെത്തിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഞങ്ങൾ മരിച്ചു പോകും. ആദ്യം ഒരു വടം കെട്ടി നോക്കി NDRF. ബെയിലി പാലം നിർമ്മിച്ചതിന് ശേഷം കണ്ടിട്ടുള്ള, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, നിങ്ങളൊക്കെ കണ്ടു കാണുന്ന അമ്പലത്തിനോട് ചേർന്നുള്ള ആൽമരത്തിൽ ഒരു അറ്റം കെട്ടി മറ്റേ അറ്റം ഒരു JCBയിലേക്ക് കൂട്ടിക്കെട്ടി ഗർഭിണികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വടത്തിലൂടെ പുറത്തു കൊണ്ടുവരാനുള്ള ആദ്യത്തെ ശ്രമം. 5 മിനിറ്റിൽ ഒരാൾ, എളുപ്പമല്ല അത്രയേറെ ആളുകളെ കൊണ്ടുവരാൻ. അവിടെയാണ് മലയാളത്തിൻ്റെ മനുഷ്യൻ ഉണരുന്നത്. ഏത് വിധേനയും നമുക്കൊരു പാലം കെട്ടിയേ മതിയാകൂ എന്ന് പോലീസ്, ഫയർഫോഴ്സ്, SOG, NDRF, ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടത്തേണ്ട മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വരാൻ പിന്നെയും മണിക്കൂർ പിടിക്കും. അവർ വന്നാലും ഏതാണ്ട് 48 മണിക്കൂറെങ്കിലും വേണ്ടിവരും എന്ന് അവർ എന്നെ അറിയിക്കുകയും ചെയ്തു. ഈ ലിഫ്റ്റിംഗ് ആരംഭിക്കാൻ പറ്റി. നൂറുകണക്കിന് മനുഷ്യരുടെ മൃതശരീരം വഹിച്ചിട്ടുള്ള വാഹനങ്ങളുടെ വലിയ ശബ്ദം ചൂരൽമലയെ വീണ്ടും വീണ്ടും ദുഃഖത്തിലാക്കിയ അനുഭവം മറക്കാനാകാത്ത ഒന്നാണ്. അവിടെ മേപ്പാടിയിലെ ആശുപത്രി ഞാനും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ചേർന്ന് വൈകുന്നേരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഒരമ്മയുടെ വല്ലാത്ത നിലവിളി ഞങ്ങളെ അസ്വസ്ഥമാക്കി. ആ അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നു, പലരുടെയും കൂട്ടത്തിൽ പോയതുപോലെ. ആ അമ്മ ഇടവിട്ട് തെങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് ഏതാണ്ട് എൻ്റെ അമ്മയുടെ അതേ ഉയരമാണ്. എൻ്റെ അമ്മ ഇത്തിരി ഉയരം കുറഞ്ഞ ഒരാളാണ്, അതേ ഉയരമാണ്, ഏതാണ്ട് അതേ പ്രായവും. സാധാരണ നിലയിൽ അവരെ കണ്ടപ്പോൾ അമ്മയെപ്പോലെ തോന്നി ഞാൻ കെട്ടിപ്പിടിച്ചു. സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ആശ്വസിപ്പിക്കാനുള്ള ചില സ്ഥിരം വാചകങ്ങളുണ്ടല്ലോ. കണ്ട കാഴ്ചകൾ മറന്നു കളയുക, കണ്ണടച്ചെല്ലാം സ്വപ്നമാണെന്ന് കരുതി ദുർസ്വപ്നമാണെന്ന് കരുതി വിടുക, പുതിയ കാലത്തിലേക്ക് പോകുക, ഇങ്ങനെ കരയാതിരിക്കണം, എന്തെങ്കിലും കഴിക്കണം. ആ അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്തൊക്കെ ഞാൻ മറക്കണം. ആ അമ്മ ഞാനവിടുത്തെ ഒരു അയൽക്കാരനെ പോലെ പറയുകയാണ്, എൻ്റെ വീട്, നാസറിൻ്റെ വീട്, സുദേവൻ്റെ വീട്, ബഷീറിൻ്റെ വീട്, ഞങ്ങൾ 7 വീട്ടുകാർ ചുറ്റും കഴിയുന്നവരാണ് മോനെ. ഒരു കരച്ചിൽ കേട്ട്, ആർത്തലച്ചുള്ള കരച്ചിൽ കേട്ട് ഞങ്ങൾ ഓടി വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഞാൻ പെറ്റില്ലെങ്കിലും ഞാൻ പെറ്റ കുട്ടികളെ പോലെ വളർത്തുന്ന 2 പേർ ഒരു കോൺക്രീറ്റ് ഷീറ്റിൻ്റെ താഴെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ നാസറിൻ്റെ വീട്ടിലെ 11 വയസ്സുകാരനും 13 വയസ്സുള്ള അവൻ്റെ ജ്യേഷ്ഠനും. ഞങ്ങൾ വടിയെറിഞ്ഞു നോക്കി, ഞങ്ങൾ തോർത്തെറിഞ്ഞു നോക്കി, ഞങ്ങൾക്ക് അപ്പുറത്ത് കിടക്കാനാവില്ല. അവർ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വിളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സാരി അവർക്ക് നേരെ വലിച്ചെറിഞ്ഞു നോക്കി, വലിച്ചു കയറ്റാൻ പറ്റുമോ? ഞങ്ങളുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി. ഞങ്ങൾ നോക്കി നിൽക്കേ മുടിയുടെ അവസാനത്തെ കറുപ്പ് ചെളിയിലേക്ക് പൂണ്ടുപോകുന്നത് വരെ ഞങ്ങൾ ആ മക്കളെ നോക്കി നിന്നു. ആ കാഴ്ച എങ്ങനെയാണ് ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മാറ്റാനാവുക? വല്ലാത്ത ഭീകരമായിരുന്നു. വലിയ പ്രളയകാലത്ത് നമ്മൾ ഗംഗയുടെ തീരത്ത് കണ്ടു. കഷ്ടപ്പെട്ട് മുറിഞ്ഞുപോയ മൃതശരീരങ്ങൾ ആരുടെയെന്നറിയാതെ JCBയിൽ കോരി ഗംഗയുടെ തീരത്ത് വലിയ കുഴി കുഴിച്ച് അതിലിട്ട് മൂടുന്ന, മരവിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടവരാണ് നമ്മൾ ഇന്ത്യക്കാർ. എന്നാൽ അങ്ങനെയായിരുന്നില്ല ഈ മൃതശരീരങ്ങളോട് നാം ചെയ്തിരുന്ന പൊതുരീതി. 442 മൃതശരീര ഭാഗങ്ങൾ അവിടെ നമുക്ക് കണ്ടുകിട്ടുകയുണ്ടായി. 231 പൂർണ്ണമായ മൃതശരീരങ്ങളാണ്. പിന്നെ 211 ശരീരഭാഗങ്ങൾ. 178 മൃതശരീരങ്ങളും 2 ശരീരഭാഗങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞു. അവരെ അവരുടെ വീടുകളിലേക്ക് അന്ത്യകർമ്മം നടത്താൻ വിട്ടുകൊടുത്തു. ബാക്കിയുള്ള മൃതശരീരങ്ങൾ എത്ര ശ്രമിച്ചിട്ടും തിരിച്ചറിയാനാകുന്നില്ല. ബോഡി ഡീകമ്പോസ് ചെയ്യുന്നതിന് മുമ്പ്
പ്രോട്ടോകോൾ പ്രകാരം അത് മറവ് ചെയ്യണം. അറിയാത്ത മൃതശരീരങ്ങളാകുമ്പോൾ സംസ്കരിക്കാൻ പാടില്ല, മറവ് ചെയ്യുക തന്നെ വേണം. പുത്തുമലയിൽ 1 ഏക്കർ ഭൂമി അതിനു വേണ്ടി ഒഴിഞ്ഞി. മൃതശരീരങ്ങൾ മാത്രമല്ല, മൃതശരീര ഭാഗങ്ങൾ കൂടി സർവമത പ്രാർത്ഥനയോടെ, പോലീസിന്റെ അന്ത്യാഭിവാദനത്തോടെ, ഓരോ മൃതശരീരത്തിനെ നമ്പറിട്ട്, ഓരോ മൃതശരീരവും ഒരു റവന്യൂ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മൃതശരീരം അടക്കം ചെയ്യുന്ന ബഹുമാനത്തോടെ ആ കുഴികളിലേക്ക് അത് വെക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടം ഉയർന്നു വരികയായിരുന്നു.